എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുക്കുമാരൻ്റെ പിറവിക്കായി നാം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് ആ ഒരുക്കത്തിൻ്റെ അവസാന ദിവസം. എല്ലാ ഒരുക്കത്തിനും ഒരു അന്ത്യമുണ്ട്, ഒരു സമാപനമുണ്ട്. ആ സമാപന ദിവസം അണഞ്ഞിരിക്കുകയാണ്. എല്ലാ ദുഃഖത്തിനും ഒരു അവസാനമുണ്ട്, എല്ലാ വേദനയ്ക്കും ഒരു അവസാനമുണ്ട്, എല്ലാ സങ്കടങ്ങൾക്കും ഒരു അന്ത്യമുണ്ട്. ഇന്നത്തെ ദിവസം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരു കുറ്റബോധം ചിലപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ കാണും. 1-ാം തീയതി മുതൽ ഞാൻ ആരംഭിച്ച ഈ ഒരുക്കം വേണ്ട രീതിയിൽ നടത്താൻ സാധിച്ചില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ എടുത്ത തീരുമാനങ്ങൾ നിലനിൽക്കാൻ സാധിച്ചില്ലല്ലോ, വീണ്ടും വീണുപോയല്ലോ, എനിക്ക് 25 ദിവസം പോലും പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ലല്ലോ. ഇങ്ങനെയുള്ള ചില കുറ്റബോധങ്ങൾ ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള ദിവസം. പ്രിയ സഹോദരങ്ങളെ, നാം വിഷമിക്കേണ്ട. നമ്മുടെ കർത്താവ് പുൽക്കൂട്ടിലേക്കാണ് വന്നു വരുന്നത്. അവൻ കടന്നു വന്നത് പുൽക്കൂട്ടിലേക്കാണ്. അവൻ കടന്നു വന്നത് നമ്മുടെ കുറവുകളിലേക്കാണ്, നമ്മുടെ അസ്വസ്ഥതകളിലേക്കാണ്. അവൻ തീർച്ചയായും നമ്മെ സഹായിക്കും. അവൻ്റെ സാന്നിധ്യം നമ്മോടൊപ്പമുണ്ട്. ഈ വലിയ ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഈ ക്രിസ്മസിനായി ഒരുങ്ങുന്ന അവസാന ദിവസം നമ്മുടെ മനസ്സിനെ ഒരുക്കുവാൻ, ഒരിക്കൽ കൂടി ഒരുക്കുവാൻ, ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം കൂടുതൽ ആഗ്രഹത്തോടെ ഈശോയെ സ്വീകരിക്കണം, ഈശോയ്ക്ക് വേണ്ടി എൻ്റെ ഹൃദയത്തെ വിശുദ്ധീകരിക്കണം, എനിക്ക് എളിമപ്പെടണം, എനിക്ക് വിശുദ്ധിയിലേക്ക് നടന്നെടുക്കണം, എനിക്ക് വിശുദ്ധമായ ഒരു ജീവിതം നയിക്കണമെന്നൊരാഗ്രഹം. ആ ആഗ്രഹം ഉണ്ണീശോയുടെ മുൻപിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഉണ്ണീശോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഈ ക്രിസ്മസിൻ്റെ സ്നേഹവന്ദനങ്ങൾ, ആശംസകൾ, സമാധാനവും സന്തോഷവും ആശംസിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.